നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ്. ശിഷ്യന്മാർക്ക് ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയമായ രുചി അറിയാൻ വേണ്ടി അവരെ അനുവദിക്കുന്ന രംഗമാണ് രൂപാന്തരീകരണം. കുർബാന ഈ സ്നേഹ സാന്നിധ്യത്തിൻ്റെ സാമീപ്യത്തിൻ്റെ അഭേദ്യമായ, അനിർവചനീയമായ, അവാച്യമായ അനുഭവമാണ്. കൂടെയായിരിക്കലിൻ്റെ കൂദാശയാണ് പരിശുദ്ധ കുർബാന. എത്രമാത്രം ഈ സ്വർഗീയമായ സൗഭാഗ്യത്തെ മുന്നനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുക്കപ്പെടുകയാണ്. ഓരോ അൾത്താര മുന്നിലും ഓരോ നിമിഷവും നമ്മൾ അവനെ സ്വീകരിക്കുന്ന ആ ചൈതന്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മിൽ നിറയുന്നത് സ്വർഗമാണ്, സ്വർഗീയമായ അനുഭവമാണ്. ഈ ലോകത്തിലാണെങ്കിലും സ്വർഗീയമായ പ്രത്യാശയിൽ ജീവിക്കാനുള്ള വലിയ കരുത്താണ് കുർബാന നൽകുന്നത്. കൂടെയായിരിക്കുക. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്. ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴുമെല്ലാം അരികിൽ ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ്. ഈ ചൈതന്യം കുർബാനയിൽ നിന്ന് സ്വാംശീകരിക്കുന്ന നമ്മിൽ ഒരുപാട് പേരെ അരികത്ത് ചേർത്ത് നിർത്താനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടി അതിൽ നിറയുന്നുണ്ട് എന്ന് സ്മരിക്കുക. അതാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിത പാഠം. ഉണ്ടാവട്ടെ ഒരുപാട് മനുഷ്യർ ഒറ്റപ്പെട്ടതിൻ്റെ, തഴയപ്പെട്ടതിൻ്റെ, അംഗീകരിക്കപ്പെടാത്തതിൻ്റെ വേദനയും വൈഷമ്യവും വൈതരണികളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന നമ്മളെ അവരോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ ഓരത്ത് ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കാനും മറ്റുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കാരണമാകാനും ഇടവരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.